ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ പേര് സിനിജ. വായനാമുറ്റം വീട്ടുമുറ്റത്തെ ഗ്രന്ഥശാലയുടെ സെക്രട്ടറിയാണ് ഞാൻ. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് മീരാബെന്നും വായനാമുറ്റം കൂട്ടുകാരും ഈ വർഷത്തെ വായനാമുറ്റം വീട്ടുമുറ്റത്തെ ഗ്രന്ഥശാലയിൽ വായനാ പക്ഷാചരണം മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ആചരിച്ചു വരുന്നു. ഈ വർഷവും അതിലൊരു ഭാഗമാവാൻ എനിക്ക് സാധിച്ചു. വായനാമുറ്റത്തിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണം. ഡോക്ടർ സേതുലക്ഷ്മി MS-ൻ്റെ ശലഭം പറഞ്ഞെന്ന കഥയിലെ തീഷ്ണാനുഭവങ്ങളുടെ പൊള്ളൽ അനുഭവവേദിയാക്കുന്ന കഥകൾ. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ഇടപെടുമ്പോൾ മുന്നിലുള്ളതൊന്നും അവളെ ഭ്രമിക്കുന്നില്ലെന്ന് അടിവരയിടുകയാണ് ഇതിലെ ഓരോ കഥകളും. ജീവിതത്തിൻ്റെ ഗതിമാറുന്ന സംഭവങ്ങളിലേക്ക് ഇടതടവില്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിലെ കഥയും കഥാപാത്രങ്ങളും. അവയുടെ സഞ്ചാരപാതങ്ങൾ സമർത്ഥമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് കഥാകാരി ഇതിലൂടെ. ഇതിലെ ഓരോ കഥയും മലയാള കഥക്കുട്ടിൽ ഉൾപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ്. അവ വായിക്കുമ്പോൾ തൻ്റെ തന്നെ കഥയാണെന്ന് വായനക്കാർക്ക് തോന്നിക്കുന്ന വിധമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ശലഭം പറഞ്ഞത്, ഡോക്ടർ സേതുലക്ഷ്മി MS-ൻ്റെ. എല്ലാവരും വായിക്കുക. കൂടാതെ വായനാമുറ്റത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. നന്ദി.